ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നുണ്ടല്ലോ നമ്മളെ വീട്ടിലത്തെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ കണ്ടോ? കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിൻ്റെ ചെടികളൊക്കെ നല്ല ക്ഷീണത്തിലാണ്. ആ വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ നോക്കിയിട്ട് പ്രാകുന്നുണ്ടാവും കേട്ടോ. നല്ലൊരു ഭംഗിയാവണം. ഭംഗിക്കപ്പുറത്ത് നമ്മളിവിടെ സ്ഥലം കുറവാണ് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ചെടിച്ചട്ടിയോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ എപ്പോഴും പൊട്ടിപ്പോവല്ല. അങ്ങനെ കുറേ മൺചട്ടി പൊട്ടിപ്പോയിട്ട് എനിക്ക് മൺചട്ടിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയപ്പോൾ നല്ല സങ്കടമായിട്ടോ. പിന്നെ നിലത്ത് വെക്കുന്ന ചെടികൾക്ക് പകരം ഹാങ്ങിങ് പ്ലാന്റ്സ് ആക്കി. അങ്ങനെ കാർ പോർച്ചിൻ്റെ ചുറ്റും ഹുക്കൊക്കെ ഇട്ടു കേട്ടോ. കുറേ ഹുക്കൊക്കെ ഇട്ട് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇട്ട് കൊടുത്തു. നല്ല സന്തോഷമായിട്ട് ചുറ്റും നല്ല ഭംഗിയായിട്ട് ടെറ്റിൽ വൈനും മണി പ്ലാന്റും ഒക്കെ നല്ല പച്ചപ്പിയിൽ നിൽക്കുന്ന ഒരു സമയം. പക്ഷെ അതിനുള്ളിലുണ്ടല്ലോ എൻ്റെ റൂമിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന സാധനങ്ങളും ക്രാഫ്റ്റും അങ്ങനത്തെ നമ്മൾ മെറ്റീരിയൽ അങ്ങനത്തതൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചാലുണ്ടല്ലോ അലമാരയുടെ മേലൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു പരിധി ഉണ്ടല്ലോ റൂമിൽ ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ. അപ്പോൾ അലമാരയുടെ മേലൊക്കെ വെക്കുന്നുണ്ടോ. അങ്ങനെയായിട്ട് കുറേ ഫ്രെയിമുകൾ എൻ്റെ പൊട്ടിപ്പോയി ചില്ലൊക്കെ. അതേപോലെ നമ്മൾ കുഞ്ഞൊരു പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് കരുതുമ്പോണ്ടല്ലോ അന്വേഷിച്ച് നടന്ന് നമ്മളിപ്പോൾ എങ്ങനെ വൃത്തിയിൽ ഒതുക്കി വെച്ചാലും ആ സമയത്ത് കിട്ടില്ല കേട്ടോ. കുറേ സമയം അന്വേഷിച്ച് നടന്ന സമയം പോവും. ഇപ്പം അന്വേഷിക്കുന്ന സാധനങ്ങളായിരിക്കും ഇപ്പം കിട്ടുക. പണ്ടെപ്പോഴോ അന്വേഷിച്ച് നടന്ന് കിട്ടാത്ത എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇപ്പം കിട്ടുക. അങ്ങനെ ആയപ്പോൾ ഉണ്ടല്ലോ കാർ പോർച്ചിൻ്റെ അവിടെ എന്ത് ചെയ്തു, ഒരു കുഞ്ഞൊരു റൂം ഉണ്ടാക്കിയിട്ടോ. ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ പെയിൻറ്റിങ്ങും ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയലുകളും അങ്ങനെയുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇപ്പോൾ ഒന്ന് നീങ്ങിയാലും എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പെയിൻറ്റും സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിട്ട് കിട്ടിയപ്പോൾ കുഞ്ഞുവാവ നട്ട ചെടിയാട്ടോ. ആ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിലുള്ളത് ഉമ്മ കാണാണ്ട് നിത്യകല്യാണി ആ ഒരു ചെടിയുടെ തണ്ട് വെട്ടി വെച്ചതാട്ടോ. ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെ നമ്മൾ കാർ പോർച്ച് അങ്ങനെ ചെയ്തപ്പോൾ നമ്മളവിടെ വെച്ച ചെടികളെല്ലാം അത് മാറ്റേണ്ടി വന്നു കേട്ടോ. അവർക്കൊക്കെ നല്ല സങ്കടമായി. പിന്നെ അങ്ങനെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ ചെയ്ത് വെച്ചിട്ട്. ഇപ്പോൾ റീപോർട്ടൊക്കെ ചെയ്തത് ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി മണ്ണ് പറ്റൂലല്ലോ. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുവാവ നമ്മളോടൊന്ന് പിണങ്ങി. ഉമ്മച്ചി ആ ഒരു പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴേ ആ ഒരു കൈക്കോട്ട് കുഞ്ഞുവാവക്ക് വേണമെന്ന്. കുഞ്ഞുവാവക്ക് ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷെ ഇപ്പം തന്നെ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുവാവയുടെ കയ്യിൽ ഇനി കൈക്കോട്ട് കൊടുത്ത് വരുമ്പോൾ സമയം ഒരുപാടാവുമെന്ന് അറിയണോണ്ട് ഉമ്മ കൊടുത്തില്ല. അതുകൊണ്ട് കുഞ്ഞുവാവയോടെ ഒന്ന് പിണങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കുഞ്ഞുവാവക്ക് മനസ്സിലായിട്ടോ. അപ്പം ആള് പോയി. പിന്നെണ്ടല്ലോ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ അത്രയും പോട്ട്സിക്കുള്ള പ്ലാന്റ്സ് ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് തന്നെ നമ്മൾ മാറ്റി നടന്നുള്ളൂ. പക്ഷേ ഇതിനു മുമ്പും നമ്മൾ വാങ്ങിയത് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ട് അതിൻ്റെ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തത്. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിലേക്ക് വെക്കണ ഒരു സമയത്ത് അധികം ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നല്ല ഭംഗിയായിട്ട് ചെടിയൊക്കെ വളർന്ന് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. നമ്മൾ വൈകിട്ടാണല്ലോ എല്ലാ പോട്ട്സും ഇറക്കിയത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടും ചെടിയൊക്കെ നടാൻ നിന്നു കേട്ടോ. അതിനുള്ളിൽ കുഞ്ഞുവാവ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുവാവ കിടന്നുറങ്ങാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. കുഞ്ഞുവാവ
ക്ലാസ് മോനെ എൻ്റെ മുടി ഒന്ന് ചൊവ്വാക്കി കൊടുത്ത മുടി ഒന്ന് ചൊവ്വാക്കി കൊടുത്ത വാവേ ക്ലാസ് വാവേ കൊടുക്കട്ടെ ടീച്ചർ വിചാരിക്കും ഉറങ്ങിയിട്ട് നീക്ക് വന്നാണ് പെയിന്റാണോ പെയിന്റാണ് മോനെ മറ്റേ ഇതായി പോയി പെയിന്റ് എടുക്കാണ്ട് ബ്രഷ് ഉണ്ട് ഈ വെള്ളത്തിൽ കഴുകി നോക്കണ്ടിനി ഇതാ ബ്രഷേ വെള്ളത്തിൽ കഴുകി ഈ ഇത് കഴുകാണ്ട് തർപ്പഞ്ചേരി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നിന്നോട്ടെ വെയിലൊക്കെ വരും മുമ്പ് പോട്ടിന് നമ്മൾക്ക് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കാനുണ്ടായി. അപ്പോൾ ആകനെ കേടായിട്ടുണ്ട് കേട്ടോ പോട്ടൊക്കെ, പെയിൻറ്റൊക്കെ പോയി ഒരു ഭംഗിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടൊക്കെ എടുത്തതല്ല, അപ്പോൾ കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുത്ത് ഭംഗിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ. കാരണം ഇപ്പം നമ്മൾ വെർട്ടിക്കലിയിൽ വെച്ചിട്ടുള്ളത് 148 ചട്ടികളാണ് കേട്ടോ. ഉണങ്ങിയ ചട്ടികളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് ആദ്യം 3 ലെയറായിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ 2 ഉള്ളൂ കേട്ടോ. അത്രയും പോട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തു. ഉച്ചക്കൊക്കെ ഇരുന്ന് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ അത്രയും ചട്ടി നമ്മൾ മതിലുമക്ക് വെച്ച് കൊടുക്കണമല്ലോ. അത്രയും പ്രാവശ്യം ആ ഒരു പോട്ട് എടുക്കാൻ വേണ്ടി ഉമ്മ കുനിയനുണ്ടപ്പോൾ കുഞ്ഞുവാവ 2-3 എണ്ണമൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് ഉമ്മാനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഒന്നും കൂടി ആ ഒരു പോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പോട്ട് വാങ്ങുമ്പോണ്ടല്ലോ വെർട്ടിക്കലിക്ക് വലിയ പോട്ട് തന്നെ വാങ്ങണതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു റീപോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. കുറച്ച് വലിയ പോട്ടാകുമ്പോൾ കുറച്ച് നാൾ നമ്മൾ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളരും കേട്ടോ. അതല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ തന്നെ മണ്ണ് വേഗം ഡ്രൈ ആയി പോകും. നമ്മളിപ്പോൾ നനച്ച് കൊടുക്കാനൊന്ന് നേരം വൈകിയാൽ അപ്പോൾ ഡ്രൈ ആയി പോകും. മണ്ണ് അത്രയല്ലേ ഉള്ളൂ. ഇനി ചെടികളൊന്നും വളരാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഉമ്മ പോട്ടി മിക്സായിട്ട് എടുത്ത് ചാണകപ്പൊടിയും ഉമ്മയുടെ കരിയില കമ്പോസ്റ്റും നമ്മൾ ചകിരിച്ചോറൊക്കെയാണ് കേട്ടോ മണ്ണൊക്കെ. അതുകൊണ്ട് ഇനി ചെടിക്ക് വളരണ്ടെന്ന് കരുതിയാലും വളരാതിരിക്കാനൊരു വഴിയുമില്ല കേട്ടോ. അത്രയും ഉമ്മ ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിട്ട് എനിക്ക് ഞാൻ പറയും കേട്ടോ ഉമ്മ ഇത് ഇത്തിരി ഒന്ന് തളർന്നു പോയിട്ടുള്ളത് ഉമ്മയുടെ വളപ്രയോഗം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോട്ടും ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസം ചെടിക്ക് ഇങ്ങനെ പോയതുകൊണ്ട് ഇപ്പം നോമ്പൊക്കെ തുടങ്ങാറായല്ലോ. അപ്പോൾ ഉമ്മ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പോവാണ്. അപ്പോൾ കുഞ്ഞുവാവയും പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുവാവക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം. ആ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇഷ്ടമായാൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.